ഹായ് ഹലോ വെൽക്കം ടു DNA ലേണിംഗ്. ഞാൻ എവ്ലിൻ. അങ്ങനെ 2025 നീറ്റ് കഴിഞ്ഞു. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിനും അപ്പുറം ടഫായിരുന്നു പേപ്പർ. എനിവേ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നൗ ഇറ്റ്സ് ടൈം ടു തിങ്ക് അബൌട്ട് വാട്ട്സ് നെക്സ്റ്റ്. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോഴേ മൈൻഡ് മേഡപ്പ് ചെയ്തിട്ടുണ്ടാവും ടു ടേക്ക് എ ഡ്രോപ്പ് ഇയർ ടു ഇംപ്രൂവ് ദംസെൽസ്. പക്ഷേ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഓരോ കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഓഫ്ലൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യണോ, ഏതാണ് അടിപൊളി എന്നുള്ളത്. പക്ഷേ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ദർ ഇസ് നോ സച്ച് തിങ് ഇസ് ഓഫ്ലൈൻ ആണ് അടിപൊളി ഓൺലൈൻ ആണ് അടിപൊളി. കാരണം അത് ഓരോ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിൽ ബി അബൌട്ട് വിച്ച് കോച്ചിങ് വിൽ ബി ബെസ്റ്റ് ഫോർ യു. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും ഏത് കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചൂസ് ചെയ്തിരിക്കണം, കാരണം നമ്മുടെ അടുത്ത് അധികം സമയമില്ല. അപ്പോൾ നമുക്ക് ഈ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കോച്ചിങ്ങിനൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് തിങ്, ചില കുട്ടികളുണ്ടാവും അവർക്കിങ്ങനെ അവരുടെ കംഫർട്ട് സോണിലിരുന്ന് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുക. അതായത് സ്വന്തം വീട്ടിലിരുന്ന് അധികം ടെൻഷൻ അടിക്കാതെ മാറിയിരുന്ന് പഠിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓൺലൈൻ. പക്ഷേ ചില കുട്ടികളുണ്ട് അവർക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് വേണം. ബാക്കി കുട്ടികളെ കണ്ട് അവർ പഠിക്കുന്നതിൻ്റെ ഒപ്പം പഠിച്ചാലാണ് ആ ഒരു സ്പിരിറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളൊരു ഓപ്ഷനാണ് ഓഫ്ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഓൺലൈനായിട്ടൊരു കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു ബിഗ് കൺസേൺ തന്നെയാണ് ഡിസ്ട്രാക്ഷൻസ്. കാരണം അത്രയും ഡിസിപ്ലിൻഡ് ആൻഡ് ഡിറ്റർമൈൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം ഓൺലൈൻ ചൂസ് ചെയ്താൽ മതി. കാരണം നമ്മളവിടെ ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ കുറവാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു രീതിയിലാണ് അവിടെ പഠിക്കുന്നത്. അപ്പം അങ്ങനെ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരായിരിക്കും ഓൺലൈൻ മോർ ഹെൽപ്ഫുൾ. കമ്പാരിറ്റീവ്ലി ഓഫ്ലൈൻ കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. കാരണം നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് ഫോളോ ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഓർഡറിൽ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു പോകും. ഡിസ്ട്രാക്ഷൻസിൻ്റെ ലെവൽ കുറച്ച് കുറവായിരിക്കും ഓഫ്ലൈൻ കമ്പയർഡ് ടു ഓൺലൈൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റർ ആയിക്കോട്ടെ, ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സമയം. സമയം നമുക്ക് ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുക എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഓൺലൈനിലായിരിക്കും. കാരണം ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിലപ്പം നമ്മുടെ കോച്ചിങ് സെൻറ്റർ ദൂരെയാണെങ്കിൽ അങ്ങോട്ടുള്ള ട്രാവലിംഗ് സമയമെടുക്കും, റെഡി ആവാനുള്ള സമയമെടുക്കും, ഫുഡ് പോയി കഴിക്കാനുള്ള സമയമെടുക്കും, തിരിച്ച് വരാനുള്ള സമയം, അങ്ങനെ കുറച്ച് സമയം അവിടെ നഷ്ടപ്പെടാം. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയത്തിനുള്ള ഫുഡ് കിട്ടും. പിന്നെ നമുക്കങ്ങനെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് അങ്ങനത്തെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സമയം സേവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു ബെറ്റർ ഓപ്ഷൻ ഓഫ് കോഴ്സ് ഓൺലൈൻ തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ആണ്. അപ്പം നമുക്ക് ഓൺ ദ സ്പോട്ട് ഒരു ഡൗട്ടൊക്കെ വന്ന് അപ്പം തന്നെ എണീറ്റ് ഡൗട്ട് ചോദിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവർ കുട്ടികളെ കണ്ടിരുന്ന് പഠിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓൺ ദ സ്പോട്ട് ഡൗട്ട് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഓൺ ദ സ്പോട്ട്, നമുക്ക് ഡൗട്ട് സോൾവിങ് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ആ ഒരു കൺവെൻഷണൽ ആ ഒരു രീതി വരുന്നത് നമ്മുടെ ഓഫ്ലൈനിലായിരിക്കും. അപ്പോൾ അത് പ്രിഫർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, അങ്ങനെ ഒരു റിയൽ ആ ഒരു വെർച്വൽ അല്ലാതെ റിയൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോൾ ഐപാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ബുക്സിന് പകരം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഓൺലൈൻ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ ഓബ്വിയസ്ലി ഓഫ്ലൈൻ തന്നെയാണ് പ്രിഫേർഡ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർഡർ ചിട്ടയായിട്ടൊരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു റിഗറസ് ആയിട്ട് പഠിച്ച് പോകണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉള്ളത് നല്ലതാണ്. രാവിലെ ഇന്ന സമയത്ത് എണീക്കുക, ഇന്ന സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പോവാ വരിക, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓഫ്ലൈൻ ആണ് നല്ലത്. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് എനിക്കിപ്പം ഇന്നത്തെ ദിവസം രാത്രി ഇത്ര നേരം പഠിക്കണം, അല്ലെങ്കിൽ രാവിലെ വെളുപ്പിന് എണീറ്റ് പഠിക്കണം, ഇത്ര നേരം എനിക്ക് റെസ്റ്റ് വേണം, അങ്ങനെ സ്വന്തം രീതിയിൽ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ആണ് ആവശ്യമെങ്കിൽ അവർക്ക് ഓൺലൈൻ ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. കാരണം റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അത് നമ്മുടെ ഇഷ്ടാനുസൃതം മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ആയിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ. അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പഠിച്ച് അങ്ങനെ ഒരു രീതിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുക നിങ്ങൾക്ക്. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സ്റ്റഡിയിങ് ആണ്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവ് പൈസ വരുന്നത് ഓൺലൈൻ കോച്ചിങ് തന്നെയാണ്. കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻഡിച്ചർ ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒത്തിരി ഡിഫറൻസസ് വരില്ല, എങ്കിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്പ് അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അത് നിങ്ങളെ കോസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല മാറ്റർ ചെയ്യുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ, ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഡിഫറൻസ് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ ഏതാണ്, ഓഫ്ലൈൻ ആണോ അതോ ഓൺലൈൻ ആണോ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതനുസരിച്ച് ഇപ്പോഴേ നമുക്ക് നമ്മുടെ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ till then, bye.